എന്നാൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം 2024 മുതൽ 2025 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ അത്ര നല്ലൊരു സമയമൊന്നും അല്ല മുംബൈ ഇന്ത്യൻസിനും, പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യയ്ക്കും അവരുടെ ഓണർമാർക്കും. ഈ സീസണിൽ കളിച്ച 4 കളിയിലും 3 കളിയും പരാജയപ്പെട്ടു. ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റന്റെ കീഴിൽ ഏകദേശം 15 കളി കളിച്ചു. അതിൽ കേവലം 5 കളി മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന് ജയിക്കാൻ കഴിഞ്ഞത്. പൊതുവെ നോക്കുമ്പോൾ കഷ്ടകാലം പിടിച്ച ഒരു ടീമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെ ഫോം, കഴിഞ്ഞ മത്സരത്തിലുള്ള പരാജയം. ജസ്പ്രീത് ബുംറ എന്തായാലും തിരിച്ച് ടീമിലേക്ക് ചേർന്നിരിക്കുന്നു. 2024-2025 BGT വെച്ചാണല്ലോ ബുംറയ്ക്ക് പരിക്ക് പറ്റുന്നു. അവസാനത്തെ ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് ബുംറ പുറത്തായി. ബുംറയ്ക്ക് ബോൾ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു. പിന്നെ NCയിലേക്ക് പോകുന്നു. എന്നാൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസ വാർത്ത, ബുംറ എന്തായാലും ടീമിനൊപ്പം ചേർന്നിരിക്കുന്നു. നാളെയാണ് അവരുടെ മത്സരം നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ സീസണിലെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ബാംഗ്ലൂരുമായിട്ടാണ് അവരുടെ മത്സരം നാളെ നടക്കുന്നത്. എന്നാൽ നാളത്തെ മത്സരത്തിൽ ബുംറ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. നാളത്തെ മത്സരത്തിൽ കളിക്കാൻ കഴിയട്ടെ. ബുംറയെ നമുക്ക് ഒരു 2 മാസത്തിന് ശേഷം പിന്നെയും ബുംറ ബോൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയട്ടെ. നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ ബുംറയ്ക്ക് കഴിയട്ടെ. ആ ഇഞ്ചുറിയുടെ ഒരു ക്ഷീണവും ബുംറയെ അലട്ടാതിരിക്കട്ടെ. നല്ല പഴയതുപോലെ തന്നെ അതിലും ശക്തമായിട്ട് ബുംറ എന്നാലും തിരിച്ചു വരട്ടെ. എല്ലാവിധ ആശംസകളും മുംബൈക്കും ബുംറയ്ക്കും നേരുന്നു.